എന്തോ ഭാഗ്യത്തിന് ഞാനും കുഞ്ഞൊന്ന് രാവിലെ വിളിച്ചിട്ടുണ്ട് ഗൈസ്, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ ഞാനാണെങ്കിൽ കുഞ്ഞിനിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ടിരിക്കണേ, എടുക്കണോ വേണ്ടേ ഞാനെന്താ ഇങ്ങനത്തെ ഒരു ഒഞ്ഞും മുന്നേ കൊണ്ടിരിക്കണേന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാനാണെങ്കിൽ ഇപ്പം കൊണ്ട് വീഡിയോ നിർത്തി, പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ വല്ല പണിയും ഉണ്ടെങ്കിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടൻറ്റ് വേണ്ടേ? കണ്ടൻറ്റൊന്നും ഇല്ല, ഞാൻ വെറുതെ ഇരിപ്പാണ് ഇവിടെ. അതുകൊണ്ടിട്ട് എനിക്ക് പണിയും ഇല്ല, കണ്ടൻറ്റും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും മേലെ കഴുകിയിട്ട് വന്നിട്ട് ഞാൻ ഓർത്ത് കുറച്ച് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ ഓർത്തു. അപ്പോൾ ചെമ്മീൻ ചോറ് കണ്ടപ്പോൾ കുറച്ച് ആദ്യം ഇങ്ങനെ ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കുഴച്ചങ്ങടൊക്കെ വെച്ചിട്ട് നേരെ ഇച്ചിരി കറിവേപ്പിലും കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണയിലായിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ അതൊക്കെ വേവിച്ചെടുത്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 തരം റൈസ് ഇരിപ്പുണ്ടായിരുന്നു. ഒന്നിച്ചിരി ബസുമതി റൈസിൻ്റെ അരി ഇരിപ്പുണ്ടായിരുന്നു, അതേപോലെ തന്നെ സാധാ ചോറും കുത്തരി ചോറാണോ ആവോ ഏതൊക്കെയോ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനോട് തന്നാൽ 2ലും ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ 2ലും ഉണ്ടാക്കി കേട്ടോ. അയ്യോ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയാം ബസുമതി റൈസിൻ്റെ. അങ്ങനെ ഇത്രയും നേരം നീ ഒറ്റക്കല്ലിട്ട് നല്ല സംസാരിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞു എന്തൊക്കെ കയറി പറയണ്ട കേട്ടോ. ഇതിൻ്റെ ഇടക്കാണെങ്കിൽ ഈ സാരി മുഴങ്ങണ പോലത്തെ സൗണ്ട് കേൾക്കണത് എൻ്റെ മാതാശ്രീയുടെയാണ്. ഇവിടെ യുവിനെ കളിപ്പിക്കും മാത്രം അമ്മച്ചിക്ക് വേറെ സൗണ്ട്, അച്ചക്ക് വേറെ സൗണ്ട്, അച്ഛനും വേറെ സൗണ്ട്. ഇവരൊക്കെ ഒരുമാതിരി വേറൊരു സൗണ്ട് എടുത്ത് കൊച്ച് വേറെ ഏതാണ്ടൊക്കെ എടുത്തുനിന്ന് ഇറങ്ങി വന്ന കണക്കാണ് ഇവർ സംസാരിക്കും. അപ്പോൾ ഓക്കെ ബൈ എല്ലാം പറഞ്ഞു.